കവി അനിൽ പനച്ചൂരാൻ അനുസ്മരണം കായംകുളത്ത് നടത്തി. പനച്ചൂർ വീട്ടിൽ അനുസ്മരണ സമ്മേളനം, കവിയരങ്ങ് എന്നിവ നടത്തി. കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ 4ാമത് അനുസ്മരണമാണ് കായംകുളത്ത് നടത്തിയത്. പനച്ചൂർ വീട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് കവി രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. സാക്ഷാൽ യേശുദാസ് ഇപ്പോഴും പറയാറില്ലേ, ഒരു പാട്ട് പാടാൻ നേരത്ത് ഇപ്പോഴും അങ്കലാപ്പാണെന്ന് പറയാറ്. അനിൽ പനച്ചൂരാന് അതൊന്നുമില്ല. താനെപ്പോൾ വന്നെന്നാണ് വിദ്യാസാറിനോട് ആദ്യം ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. സാറേ, ഞാൻ 10 മിനിറ്റിന് മുമ്പാണ് എത്തിയതെന്ന് വിദ്യാസാർ ഇങ്ങോട്ട്. സാറേ തിരിച്ചാണ് വേണ്ടത്, പക്ഷെ അതാണ് ഇപ്പം എഴുതുമെന്ന് ചോദിച്ചപ്പോൾ 3 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്ക്, ഞാൻ പറയാം എന്നാണ് അദ്ദേഹം ഇട്ട ട്യൂണിന്. ഞാൻ അപ്പം തന്നെ എഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകും. അപ്പം എനിക്ക് ഓരോരുത്തരുടെയും അഭിരുചികൾ വ്യത്യസ്തമാണ്. കായംകുളത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നയാൾ കായംകുളത്തെ രാജാവോ സ്ഥലത്തെ പ്രമാണിയോ ഒന്നുമല്ല. അത് ഒരു കള്ളനാണ്. നാട്ടുകാരുടെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോയ അയാൾ. പക്ഷെ അത് പണക്കാരൻ്റെ നിന്നും പാവപ്പെട്ടവന് കൊടുത്തത് കൊണ്ടാണ് കായംകുളം ഇനി എത്ര വലിയ പ്രതിഭ ജീവിച്ചാലും കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം കായംകുളത്ത് നിന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച, ഇനി അങ്ങനെ ഒരു സഞ്ചാരം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അനിൽ പനച്ചൂരാൻ തന്നെയാണ്, ഒരു സംശയമില്ല. അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. ഓരിച്ചൊരിയുന്ന മഴ, കോവിഡിലന്ന് ദൂരെ നിന്ന് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മരണം സംഭവിക്കുന്നത്. അതെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തത് മുരുകൻ കാട്ടാക്കട സാറാണ്. എല്ലാം അവിടുന്ന് നമ്മളെ വിളിച്ചു. അന്നാണെങ്കിൽ വരവിള ശ്രീനി സ്വാഗതം പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ, KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാൻ, പ്രദീപ് ലാൽ, KP നമ്പ്യാതിരി, ആദിനാട് ശശി, രാമപുരം ചന്ദ്രബാബു, B അബിൻ ഷാ, പ്രൊഫസർ ജീവൻ, അരിത ബാബു, E ശ്രീദേവി, SM ഇക്ബാൽ, പാലമുറ്റത്ത് വിജയകുമാർ, നന്ദകുമാർ വള്ളിക്കാവ, വേണുഗോപാൽ, അഡ്വക്കേറ്റ് O ഹാരിസ്, R ശശിധരൻ, രാധാകൃഷ്ണൻ, MR ജീവൻലാൽ, ശാന്തിനികേതനം ആനന്ദൻ, പുരുഷോത്തമൻ, P മനു, R രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.